ഇത് കൊടുവിള വിജയൻ. വർഷങ്ങൾക്ക് മുമ്പ് തകർത്തു പെയ്യുന്ന മഴയിൽ പെരുമൺ ട്രെയിൻ ദുരന്തത്തിൽ നിന്ന് 10ഓളം പേരെ രക്ഷപ്പെടുത്തിയ ആളാണ്. സാഹസിക പ്രവൃത്തികൾക്ക് അധികൃതർ വാനോളം പുകഴ്ത്തി. എന്നാൽ പലരുടെയും ജീവിതം രക്ഷപ്പെടുത്തിയപ്പോൾ വിജയന്റെ ജീവിതം ദുഃഖപൂർണ്ണമാണ്. വലതുകൈയിന്റെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തലയുടെ പിൻഭാഗത്തുണ്ടായ സാരമായ പരിക്ക് ഇന്നും പരിഹരിച്ചിട്ടില്ല. കൂടാതെ ഇടത് ചെവിയുടെ കേൾവിശക്തിയും നഷ്ടമായി. വർഷങ്ങൾ കടന്നപ്പോൾ കുടുംബം പുലർത്താനോ കുട്ടികളെ പഠിപ്പിക്കാനോ കഴിയാതെ കനിവുള്ളവരുടെ സഹായത്തിനായി കൈനീട്ടുകയാണ് ഈ 45-കാരൻ. ചെറിയ എന്നെ അറിയാവുന്ന ഒരു ഉദ്യോഗമുള്ളവരൊക്കെ എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ അല്ല, വേറെ ഒരു മാർഗവും ഇല്ല. കേൾവിക്കുറവുണ്ടല്ലേ? കേൾവിക്കുറവുണ്ട്. തലയുടെ ബാക്കില്ല. വേറെ എന്താ അസ്വസ്ഥതയുള്ള? വേറെ ഈ തലച്ചിട്ടിലുണ്ടാവും. നടക്കുന്ന യാത്ര ചെയ്യുന്ന തന്നെ വളരെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇടയ്ക്ക് ഈ തലയ്ക്ക് ആയതുകൊണ്ട് തലച്ചിട്ടിലുണ്ട്. അന്നില്ല, മഴയായതുകൊണ്ട് ജനലും കഥവില്ല, ലോക്കായിരുന്നു. അപ്പോൾ ജനൽ പൊളിച്ച് ആ വഴിക്കായിരുന്നു ആളുകളെ എടുത്തോണ്ടിരുന്നത്. അപ്പം 4ാമത്തെ ബോബി പൊളിച്ച് എടുക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ കാണുന്നത്. അവളെ എടുത്തോണ്ട് വരുന്ന വഴിക്ക് വലത് കൈ കക്കൂസിൻ്റെ കമ്പിക്ക് ഇടയ്ക്കായിരുന്നു. വേറെ ആൾക്കാരാണ് എന്നെയും കുഞ്ഞിനെ അടക്കം രക്ഷപ്പെടുന്നത്. 1988 ജൂലൈ 8-നാണ് നാടിനെ നടുക്കിയ പെരുമൺ ദുരന്തമുണ്ടായത്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് കായലിൽ വീണു. 10 ബോഗികൾ അപകടത്തിൽപ്പെടുകയും 105 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. വിജയൻ കായലിൽ മത്സ്യബന്ധനം നടത്തുമ്പോഴാണ് അപകടം. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെ 10 പേരെ രക്ഷപ്പെടുത്തി. ബോഗിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന 1.5 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. രക്ഷപ്പെട്ട കുഞ്ഞ് ഇന്ന് ബാംഗ്ലൂരിലെ ഡോക്ടറാണ്. വിജയൻ ദീർഘനാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കിടപ്പാടവും നഷ്ടമായി. ചികിത്സിക്കാൻ ഇപ്പോൾ മാർഗമില്ല. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും ഭാര്യയുമുണ്ട്. ഭാര്യ ജോലി ചെയ്ത് ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് ആകെ ആശ്രയം. വിജയന്റെ വിവരങ്ങൾ അറിഞ്ഞ് നാട്ടിലെത്തി അപകടത്തിൽപ്പെട്ട 1.5 വയസ്സുകാരുടെ ബന്ധുക്കൾ വീട് വാടകയ്ക്ക് എടുത്തു നൽകി. മാസം തോറും വാടകയും ചെറിയ തുകയും നൽകും. അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന മാധവറാവ് സിന്ധ്യ വിജയന് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വിവരവും റെയിൽവേ അധികൃതർ പറയുന്നില്ല. സർക്കാരിന്റെ ഒരുവിധ സഹായങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമായി അനേകരെ രക്ഷപ്പെടുത്തിയ യുവാവ് പലരുടെയും മുന്നിൽ ഇപ്പോൾ കണ്ണീരോടെ കൈനീട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.